ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഫിഷ് ഫ്രൈഡ് റൈസാണ്. അത് സാധാരണഗതിയിൽ നമ്മൾ ചൂരമീൻ അല്ലെങ്കിൽ നെമ്മീൻ വെച്ചാണ് ഉണ്ടാക്കുന്നത്. കാരണം മുള്ള് കുറവുള്ള മീനായതുകൊണ്ട്. എനിക്കിന്ന് കിട്ടിയത് അയല മീനാണ്. ഞാൻ ആദ്യമായിട്ടാണ് അയല മീൻ വെച്ച് ചെയ്യുന്നതും. അതിന് വേണ്ടതാണ് ക്യാബേജ്, ഉള്ളിയില, ബീൻസ്, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, ക്യാപ്സിക്കം, സവാള. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വേണ്ടത്. അത് ഇത്രയും ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഉള്ളിയില ഒഴിച്ച് ബാക്കിയെല്ലാം ബീൻസ്, സവാള, ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, ഉരുളക്കിഴങ്ങ് ഇത്രയും വൃത്തിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത്ര ചെറിയ ചെറിയ പീസായിട്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കനം കുറച്ച് ഇത്ര വലിയ പീസായിട്ട് ഇതിലേക്ക് ഞാനൊരു അര കിലോ നമ്മൾ അരി എടുത്തിട്ടുണ്ട്. അത് ആദ്യം വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ചൂടാകാൻ ഉപ്പിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരമുറി നാരങ്ങ കുരുവില്ല, കുരു എടുത്ത് കളഞ്ഞതിന് ശേഷം ഒഴിച്ചിട്ടുണ്ട്. ഇനി അരി വെന്ത് വരുമ്പോൾ ഒട്ടി പിടിക്കാതിരിക്കാൻ കുറച്ച് എണ്ണ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതാ നമ്മൾ കഴുകി എടുത്ത അരി കുതിർത്തൊന്നും വെക്കുന്നില്ല. നമ്മൾ അത് വേവിച്ച് ഒന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞ് ഇപ്പോൾ എടുത്താൽ ചിലപ്പം കയ്യിലെ കൊട്ടി ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ കാണിച്ചു തരാം. അത് നമ്മൾ ഒരു ഉരുളി എടുക്കുന്നു. ഉരുളിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുന്നു. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞിട്ടത് അതൊന്ന് മൂക്കാൻ വിടുകയാണ്. ഒന്ന് എണ്ണയിൽ അങ്ങനെ മൂത്ത് വരട്ടെ. കടുവറ ഒന്നുമില്ല. അതുകൊണ്ട് ഇത് ഈ വെളുത്തുള്ളി ഒന്ന് മൂത്ത് ഇങ്ങനെ വരും. അടിക്കൊന്നും പിടിക്കില്ല. നമുക്കറിയാം അതിന് ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്നത് ആ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചേർക്കുകയാണ്. ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്, ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പിന്നെ അടുത്തിടാൻ പോകുന്നത് ക്യാപ്സിക്കാണ് ഇടാൻ പോകുന്നത്. എല്ലാ നേരത്തെ പാത്രത്തിൽ മിക്സ് ആയിട്ടുണ്ട്. ക്യാബേജ് ഇട്ടു, സവാള ഇട്ടു. അതെല്ലാം ഒരുമിച്ച് അങ്ങോട്ട് തട്ടി കൊടുക്കുകയാണ്. ബീൻസ് ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് തട്ടി ഇനി ഒന്ന് നന്നായിട്ട് അതിലേക്ക് ഒന്ന് ഇളക്കി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് ഒന്ന് വരണ്ട് കിട്ടട്ടെ. ഇത് ക്യാരറ്റും ഉരുളക്കിഴങ്ങുമാണ്. ഇത് വെന്ത് കിട്ടാൻ കുറച്ച് പ്രയാസമുള്ളത്. ഉരുളക്കിഴങ്ങ് കനം കുറച്ച് അപ്പോഴത്തേക്ക് നമ്മുടെ അയല മീൻ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞു ചൂര അല്ലെങ്കിൽ നെമ്മീനാണ് വേണ്ടത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. കഴിച്ചു നോക്കിയിട്ട് എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് ടൈമാണ്. ചൂര അല്ലെങ്കിൽ നെമ്മീനാണ്. കാരണം മുള്ള് കുറവുള്ള മീനേ പറ്റൂ. ഇന്ന് അയല വെച്ച് കിട്ടിയില്ല എനിക്കത്. ഞാൻ അതുകൊണ്ട് അര കിലോ മീൻ അത് മേടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത് തന്നെ മീൻ ഇഷ്ടംപോലെ കിട്ടുന്ന സ്ഥലമായിട്ട് ഫ്രഷ് മീനാണ്. അത് വൃത്തിയായിട്ട് കഴുകിയെടുത്ത് നമ്മൾ മീൻ പൊരിക്കാൻ എടുക്കുന്നതിനൊക്കെയല്ല ഒരു 3 വര ഇട്ട് വെക്കുന്നുണ്ട്. എന്തിനാ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതിലേക്ക് നമ്മൾ ചട്ടി വെച്ചു. എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ചില്ല. ഒരു ചട്ടി വെച്ച് ചട്ടിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പിട്ടു. അതുകൊണ്ട് ഒരു സൈഡ് 3 2 സൈഡിൽ അങ്ങനെ 3 വര ഇട്ടിട്ട് അതൊന്ന് മിക്സാക്കി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് വേവാൻ വയ്ക്കുകയാണ്. അതിലേക്ക് വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അടച്ച് വെച്ച് അത് വേവട്ടെ. അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. മീൻ പൊരിക്കുന്നതിനൊക്കെ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടയാതെ എടുത്താൽ നല്ലത്. കാരണം മുള്ള് പെടാതിരിക്കാനാണ് ഉടയാതിരിക്കുന്നത് പറഞ്ഞാൽ ഉടയ്ക്കാനുള്ള സാധനമാണ് നമുക്കത്. അങ്ങനെ അതിൽ നിന്ന് നമ്മളിങ്ങോട്ട് മാറ്റുകയാണ്. അത് വേവിച്ചിട്ട് ഇങ്ങോട്ട് മാറ്റുകയാണ്. അങ്ങനെ ഇപ്പോൾ വെന്ത് അങ്ങനെ മഞ്ഞപ്പൊടിയും ഉപ്പും എല്ലാം പിടിച്ച് അത് രണ്ടും മാത്രമേ ഉള്ളൂ ഇപ്പോൾ നിലവിലത്. അത് നമ്മൾ ഒട്ടും മുള്ള് വരാതെ കുറേശ്ശെ ഇങ്ങനെ പിച്ചെടുക്കണം. പിന്നെ അയല മുറിക്കുമ്പോൾ ശ്രദ്ധിക്കണം. സൈഡിൽ ഇനി ചെറിയ മുള്ളുണ്ട്, എല്ലാവർക്കും അറിയാം. ആ മുള്ളെടുത്ത് കളയണം. കാരണം അത് ഇതിനകത്ത് പിച്ചാൽ കിട്ടുന്നില്ല. അതുകൊണ്ട് ഇച്ചിരി മാംസം പൊക്കിട്ടെന്ന് വിചാരിച്ച് സൈഡ് 2 നല്ല വൃത്തിയായിട്ട് കട്ടാക്കണം. അതിൻ്റെ മുതുഭാഗം നല്ല കട്ടാക്കി എടുക്കണം. പിന്നെ ഈ ഭാഗത്തും കുറച്ച് മുള്ളുണ്ടാവും. അത് ശ്രദ്ധിച്ചെടുക്കണം. അങ്ങനെ അതിൻ്റെ മാംസം മാത്രം നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റുകയാണ്. അതെ, നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. അര കിലോ മീനേ ഉള്ളൂ. അര കിലോ അരിയാണ് എടുത്തത്. മീൻ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോഴത്തേക്ക് നമ്മുടെ സാധനം ഒന്ന് വരണ്ട് കിട്ടിയിട്ടുണ്ട്. വേണ്ടിയിട്ട് ബാക്കിയെല്ലാം വരണ്ട് പെട്ടെന്ന് വേണ്ടും. ബീൻസ്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് അതാണ് താമസം. അപ്പോഴത്തേക്ക് നമ്മുടെ പാനിൽ നമ്മൾ എണ്ണ ഒഴിച്ച് നേരത്തെ കുറച്ച് എണ്ണ ഒഴിച്ചിരുന്നു. എണ്ണ ഒഴിച്ച് ഒന്ന് വഴറ്റിയെടുത്തു. കറിവേപ്പില ഇട്ട് വീഡിയോ ലോങ് ആവുന്നതുകൊണ്ടാണ് അതെല്ലാം കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയേക്കുന്നത്. വീണ്ടും കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് അത് അങ്ങനെ ഒരു സൈഡിലിരുന്ന് അങ്ങനെ കുറച്ച് മുരിഞ്ഞ് വരട്ടെ. അത് മീൻ പൊരിക്കുന്നതിൻ്റെ ഒരു പരുവത്തിലേക്ക് എത്തണം. എന്നാൽ അത്ര വേണ്ടെന്നാലും. പിന്നെ നമ്മുടെ മിക്സിനകത്ത് നമ്മൾ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. സോയ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കുരുമുളക് പൊടി പിന്നെ ഇട്ടു.
ഇതിൻ്റെ എരിവെന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടിയാണ്, അറിയാമല്ലോ. ഫ്രൈഡ് റൈസിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമല്ല, നിങ്ങൾക്കറിയാം. അതിലേക്ക് നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ മസാല ഇന്ന് ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നത്. കാരണം മീൻ തപ്പി നടന്ന് ഇവിടെ വരുമ്പോൾ 12:30 മണിയായി. വിശക്കുന്നുമുണ്ട്, നല്ലോണം വിശക്കുന്നുമുണ്ട്. ഇതൊന്ന് റെഡിയായിട്ട് വേണം കഴിക്കാൻ. കഴിച്ച് നോക്കിയിട്ട് വേണം ഇത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെയാണ്. കഴിച്ച് നോക്കി കുഴപ്പമൊന്നുമില്ല. നല്ലവണ്ണം ഇത് ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ച്, ഇതിപ്പോൾ ഇത്ര സാധനങ്ങളൊക്കെ കയറിയുണ്ട്. ഇനി അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീ കുറച്ചിടണം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മീൻ പൊരിച്ചോ പൊരിച്ചില്ല എന്നാൽ പൊരിച്ചുവെങ്കിൽ അതേലെ ആ പരുവത്തിൽ 60% പൊരിച്ചെടുത്തിട്ടുണ്ട്. ആ രീതിയിൽ അത് നമ്മളതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി അങ്ങോട്ട് ആ മസാല ഇതെല്ലാം കൂടെ ചേർത്ത് പിടിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ആ വേവിച്ച ചോറ് അതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കാണിച്ചരാന്ന്. ഇതുപോലെ പിരിപിര ഓരോരോ അരിയായിട്ട് ഓരോരോ ചോറായിട്ട് എടുക്കാൻ പറ്റും. ആ പരുവത്തിൽ കുറച്ച് ചോറയിലേക്ക് ചേർക്കുക. കുറച്ച് ചോറ് ചേർത്തിട്ട് കുറച്ച് മൊത്തം ഫുള്ളായിട്ട് ആദ്യം ചേർത്തലായിരുന്നു. തീ ഓഫാക്കിയിട്ടില്ല, തീ കുറച്ചിട്ട് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ നല്ല വൃത്തിയായിട്ട് നിന്ന് ഇളക്കി അങ്ങോട്ട് മസാല പിടിക്കണം. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് പിടിക്കാൻ പാടാണ്. പിന്നെ ബിരിയാണിക്ക് അത് ചിലയിടത്ത് മഞ്ഞ കളർ, ചിലയിടത്ത് ചുവന്ന കളർ, ചിലയിടത്ത് വെള്ള കളർ ഇരിക്കുന്നതൊക്കെ ആവും. ഇതിപ്പോൾ കുറേശ്ശെ ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ടുണ്ട്. അടിക്കൊന്നും പിടിക്കരുത്. അന്നേരം അഥവാ അന്നേരം തന്നെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. ഇളക്കി അതിങ്ങനെ യോജിച്ച് മസാലയൊക്കെ ആയിട്ട് ഒന്നല്ല പൊരിഞ്ഞങ്ങനെ ഒരു വല്ലാത്ത മണം വരുന്നുണ്ട്. വിശക്കുകയും ചെയ്യുന്നുണ്ട്, നല്ല മണവും വരുന്നുണ്ട്. വീണ്ടും കുറച്ച് ചോറോടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇളക്കി അങ്ങോട്ട് കഴിയും. കുറേശ്ശെ ചോറ് ചേർക്കാവും. ഞാൻ അങ്ങനെയാണ് ചേർക്കുന്നത്. എപ്പോൾ ഫ്രൈഡ് റൈസ് വെച്ചാലും അങ്ങനെ തന്നെ ചേർക്കുന്നത്. മണം ഇങ്ങനെ കയറുന്നുണ്ട്, നല്ല സൂപ്പർ മണം. അതിലേക്ക് ഇതിനകത്താണ് ആ ഉള്ളി ഇലയാണത് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ലാസ്റ്റ് അതിനൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ വിശപ്പിൻ്റെ വിളിയും കേൾക്കാം. ഒന്ന് ഇളക്കി. സൂപ്പർ മണമാണ്. നിങ്ങൾ ചെയ്ത് നോക്കണം. നെമ്മീനോ ചൂരയോ കിട്ടുന്നെങ്കിൽ അതായിരിക്കും ബെറ്റർ. അതിന് മുള്ളും നിങ്ങൾ പറക്കണ്ട, ഒന്നും വേണ്ടതാ. പ്ലേറ്റിലേക്ക് ആക്കാം, കഴിക്കാം. എല്ലാവരും ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം. ഇതെന്തായാലും ചെയ്ത് നോക്കി കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. എല്ലാവർക്കും നന്ദി, താങ്ക്സ് ഒരിക്കൽ കൂടെ.